അച്ഛാ ഇന്നാ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. ആ ചേട്ടന്റെ ഓഫീസിലെ സ്റ്റാഫും പിന്നെ MD ഒക്കെ വരുന്നുണ്ട്. അയ്യോ വിളിക്കാൻ മറന്നു പോയിട്ടായിരിക്കും അച്ഛാ. ഒരു കാര്യം ചെയ്യാം, അച്ഛനും അമ്മയും കൂടെ ഒരു ഓട്ടോ പിടിച്ചിങ്ങി പോരെ. വരണ്ടെന്ന് പറ. വീട്ടിൽ എന്തെങ്കിലും ചെറിയ ഫംഗ്ഷൻ വന്നാൽ നീ അപ്പൊ വരും. ഈ നക്കി തിന്നാൻ വേണ്ടി പറഞ്ഞല്ലേ വരണ്ടെന്ന് പറ. ഞാൻ പറഞ്ഞില്ല, നീ പറഞ്ഞ വരണ്ടെന്ന് പറ. അച്ഛാ അത് ചേട്ടൻ പറയുന്നേ കേട്ടായിരുന്നോ? എന്ത് പരിപാടിയാ അച്ഛൻ കേട്ട് കട്ട് ചെയ്തത്? കേട്ടാ, കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അങ്ങനെ പറയണ്ടായിരുന്നു. നിന്റെ വീട്ടുകാരെ വിളിക്കാത്തതിൽ നിനക്ക് സങ്കടം ഉണ്ടല്ലേ? അയ്യടാ എന്റെ വീട്ടുകാരോടല്ല പറഞ്ഞു, നിങ്ങളുടെ വീട്ടുകാരോടാ ഞാൻ പറഞ്ഞു. അയ്യോ അയ്യോ ഇതൊക്കെ ആരാ ചേട്ടാ? ഇതൊക്കെ എന്റെ കമ്പനിക്കാരല്ലേ? ഇവരാണോ നിങ്ങളുടെ കമ്പനിക്കാര്? എല്ലാരും ഞാൻ കാണാനിരിക്കുവായിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങളാണ് എന്റെ ചേട്ടനെ കള്ളുടിപ്പിച്ച് 4 കാലം വീട്ടിലോട്ട് പറഞ്ഞു വിടുന്നല്ലേ? ആണുങ്ങളുടെ കാര്യം പോട്ടെന്ന് വിചാരിക്കാം. ചേച്ചിമാരെ നിങ്ങൾ ഇതെന്ത് ഭാവിച്ചാ? നീ ഇതെന്ത് ഭാവിച്ചിട്ടാണ്? അല്ല നിങ്ങളുടെ കള്ളു കുടിക്കുന്ന കമ്പനിക്കാരല്ലേ? ഇത് കള്ളുടി കമ്പനിക്കാരല്ല, ഞാൻ ജോലി ചെയ്യണ എന്റെ കമ്പനിയിലെ കമ്പനിക്കാരാന്നാ പറഞ്ഞത്. ഞാൻ സ്നേഹപൂർവ്വം കാര്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ടവർക്ക് ഫീലായി കാണൂല. പുറത്ത് പറയേണ്ട, സ്നേഹപൂർവ്വം ഇവൾ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. ലക്ഷ്മണേട്ടാ. ലക്ഷണം കെട്ടവനെ. ലക്ഷ്മണേട്ടാണോ വിളിച്ചത്? ലക്ഷ്മണേട്ടന്റെ പേരാണ് വിളിച്ചേട്ടാ. MD എന്തായാലും വരുമല്ലോ അല്ലേ? ഇടി MDക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പരിപാടി ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഈ MD എന്തിനാണ് ഞാൻ ഇവിടെ വിളിച്ചേക്കണെന്ന് അറിയാമോ? നിങ്ങൾക്ക് ചുളുവിനൊരു പ്രൊമോഷൻ മേടിച്ചെടുക്കാനല്ലോ. ഈ പ്യൂൺ പോസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് മാറണം, വല്ല മാനേജർ പോസ്റ്റ് കയറണം. അതെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? MD വരുമ്പോ MDക്ക് ഒരു കുറവ് നമ്മൾ വരുത്താൻ പാടില്ല. അത് ഞാൻ ശ്രദ്ധിച്ചോളാം. പിന്നെ വേറൊരു തമാശ പറയട്ടെ. എന്താ? ഈ MD ആണ് ഒരു കുസൃതി കുടിക്കാണ്. ശിവദാസനാ നിങ്ങളുടെ MD എന്ന് പറഞ്ഞതോ? ശിവദാസനാണ്, പക്ഷെ ആളൊരു കുറുമ്പനാണ് പുള്ളി. എന്താ? ഒരു ചെറിയ തമാശ കഴിഞ്ഞ ദിവസം പുള്ളി കാണിച്ചായിരുന്നു. എന്താ? അതായത് ഓഫീസിൽ ഒരു പെണ്ണിനുണ്ടാ, പുള്ളി ഉമ്മ വെച്ച്. അത് ഞാൻ ഒളിച്ചിരുന്ന് കണ്ടായിരുന്നു. അയ്യേ എന്തൊരു വൃത്തിയായിട്ടവനാ. MD അല്ല നിങ്ങൾ ഒളിഞ്ഞിരുന്ന് സീൻ പിടിക്കുമല്ലേ? അതല്ല, അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാല് ഇവിടെ വന്നു കഴിയുമ്പോ പുള്ളി ചിലപ്പോ നിന്റെ അടുത്തൊരു ചെറിയ കുസൃതി പറയും. എന്താ? അതായത് ഓഫീസിൽ വെച്ചിട്ട് ഞാനാണ് ഒരു പെണ്ണിന് ഉമ്മ വെച്ചത്, പുള്ളി അത് കണ്ടു എന്നൊക്കെ പറയും. നീ അത് വിശ്വസിക്കല്ലേ? നീ വിശ്വസിക്കും. നീ വിശ്വസിക്കും. നമ്മൾ വഴക്കടിക്കുമ്പോ എങ്ങനെയാണോ നിന്റെ മുഖം അതുപോലെ ഇരിക്കുന്നു, അപ്പൊ നീ വിശ്വസിക്കും. ഇല്ല വിശ്വസിക്കത്തില്ല. അത് മതി, വിശ്വസിക്കാണ്ടിരുന്ന സമാധാനം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു സർ. താങ്ക് യു. എല്ലാരും വന്നിട്ടുണ്ടല്ലേ? ജയൻചേട്ടന്റെ കെയർ ഓഫിൽ റെജി സാന്തരെ കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുകയാണല്ലേ. അടിപൊളി ടീം, എല്ലാരും എത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാരും കൂടി ഒരുമിച്ചാവുന്ന ഓഫീസിലെ പണിയൊക്കെ നോക്കിയ എല്ലാരും. ഓക്കെ, നിങ്ങളൊക്കെ വിളിച്ചിട്ടാണോ ഇവിടെ വന്നത്? സാറേ, ഞാൻ അവരെ വിളിച്ചിട്ടാ വന്നത്. അപ്പൊ ഞാൻ വലിഞ്ഞേറി വന്നത് അങ്ങനെയല്ല, സാറിനാണ് ഞാൻ ആദ്യമായിട്ട് വിളിച്ചത്. സാർ ഈ ജ്യൂസ് കുടിച്ചാട്ടെ. താങ്ക് യു. ഒരു കോളേ. ഹലോ, ഞാൻ നമ്മുടെ സ്റ്റാഫിന്റെ വീട്ടിൽ വന്നു. തണുത്ത ഞാൻ കഴിക്കില്ല കേട്ടോ. ഇതെന്താ കാണിക്കണത്? ഇവന്റ് മാനേജർ അല്ലേ? ജ്യൂസ് കറക്റ്റ് സമയത്ത് സപ്ലൈ ചെയ്യണം. ഇവന്റ് മാനേജർ അല്ല, ഇത് എന്റെ മാനേജറാണ്. നീ ഇതെങ്ങനെ കൊണ്ടുവരുന്നത്? ആ ചേച്ചിക്ക് ദാഹിക്കുന്നെന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. ആ ചേച്ചിക്കാ വന്നപ്പോ 4 ഗ്ലാസ് കുടിച്ചാണ്. ആ ചെമ്പൊന്ന് മാറ്റിയോ ഫ്രണ്ടിന്ന്? ഇതിനെങ്ങനെ പോണത്? ചെമ്പ് മാറ്റണ്ടേ? ചേച്ചിയാണ്, ഞാൻ മാറ്റിക്കോളാം. ചെമ്പ് ഞാൻ മാറ്റിക്കോളാം. കൊണ്ട് സാറിനോട് കൊണ്ടുകൊടു. ഓക്കെ നമ്മുടെ സ്റ്റാഫിന്റെ. താങ്ക് യു. ഓ വേണ്ട ഷുവറില്ലാത്തതാണ്. ഓക്കെ, ഞാനിവിടെ വന്നു. കാര്യം ഇവിടെ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്തൊക്കെയുണ്ട്, അങ്ങനെയൊക്കെ വിശേഷമൊക്കെ കഴിഞ്ഞു പോകുന്നു. ഭയങ്കര ചൂടാണെന്നേ, ഒരു രക്ഷയില്ല ഇവിടെ. ഭയങ്കര ചൂട്. 2 മണിക്ക് തന്നെ ഞാൻ കേറിയിരിക്കും. ഇതിപ്പോ തീരും. ഇതിപ്പോ തീരും. ഒരു മിനിറ്റ്, ഇപ്പൊ വിളിക്കാം. ഇതെന്താ അക്ഷയപാത്രമാണ്? തീരമ്പോ ഇങ്ങോട്ട് നിറക്കാൻ. അല്ല, MD വരുമ്പോ എല്ലാം കുറയാതെ നോക്കണോന്ന് പറഞ്ഞായിരുന്നേ. എന്റെ അമ്മച്ചി എനിക്ക് ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളതാണ്. അമ്മച്ചിയാ? പിന്നെ ചേച്ചിയാ? പിന്നെ ആരെന്നാ? നിന്റെ ഭാര്യ വിളിയടാ. ഞാനൊന്നും വിഷയട്ടെന്ന്. ഇത് വിഷയാവും. അതാരാന്ന് മനസ്സിലായ? ഇല്ല. അതാണ് എന്റെ നീ എനിക്ക് ഒപ്പിച്ചു തരാന്ന് പറഞ്ഞിട്ട് നീ ഇതുവരെയെങ്കിലും ഒപ്പിച്ചു തരാം. നീ പോടാ, നീ ഒന്നും പറയണ്ട. നീ MD ആണെന്നുള്ള സ്ഥാനം നീ വിട്ടുകളഞ്ഞു. ഭാര്യയാണ്. ആരുടെ? എന്റെ. വമ്പ സെറ്റപ്പാണല്ലടാ. ഞാൻ പറഞ്ഞു എന്റെ ഭാര്യ ഞാൻ പറഞ്ഞു. അതല്ലെന്ന്, വീടൊക്കെ നല്ല സെറ്റപ്പാണെന്ന് ഞാൻ പറഞ്ഞു. അത്